The last class we were discussing about the agencies and their activities. The child welfare agencies, different national and international level agencies for the activities of child welfare or doing the activities of child welfare programs. അപ്പൊ ഈ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിനെ കുറിച്ച് യുണിസെഫിനെ കുറിച്ചും അതിന്റെ ഫുൾ ഫോം ഒക്കെ നമ്മൾ പഠിച്ചു. നമ്മൾ അതിന്റെ കണ്ടിന്യൂവേഷൻ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു, കണ്ടു. അതിനുശേഷം യുനെസ്കോ എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്. യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷൻ, സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ ആണ് യുനെസ്കോ എന്നൊക്കെ നമ്മൾ നോക്കിയിരുന്നു. ലെറ്റ് മീ സ്റ്റാർട്ട് ദ സ്ക്രീൻ ഷെയറിംഗ്. ആക്ടിവിറ്റീസ് ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ദ ICRC എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി നമുക്ക് നാഷണൽ ലെവലിലുള്ള അതുപോലെ സ്റ്റേറ്റ് ലെവലിൽ നാഷണൽ ലെവലിലുള്ള കുറെ ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പോ അതിനെക്കുറിച്ചുള്ള ഒരു ഇതാണ് ഇന്ത്യൻ നമ്മള് റെഡ് ക്രോസ് സൊസൈറ്റി പോലെ ഇന്ത്യൻ കൗൺസിൽ ഫോർ ചൈൽഡ് വെൽഫെയർ സൊസൈറ്റി ഉണ്ട്, ICCW ഉണ്ട്, ICRC. The official of the ICRC is impartial, neutral and independent. One more minute. Okay. Independent organization is to stand for the protection of the life and dignity of victims of international and internal armed conflicts. അന്താരാഷ്ട്ര തലത്തിലോ അല്ലെങ്കിൽ ആഭ്യന്തരമായ കലഹങ്ങളിലൂടെയോ എന്തെങ്കിലും യുദ്ധങ്ങളിലൊക്കെ അപകടങ്ങൾ പറ്റിയ ആളുകൾ അല്ലെങ്കിൽ അത്തരം അഫക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങൾക്കൊക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടി ഒരു ലീഡ് കൊടുക്കുന്നതാണ് ഇന്ത്യൻ കൗൺസിൽ ഫോർ ചൈൽഡ് വെൽഫെയറിനെ കുറിച്ചാണ് നെക്സ്റ്റ് പറയണേ. ICCW കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ ചൈൽഡ് വെൽഫെയർ ഉണ്ട്, അതുപോലെ തന്നെയാണ് ഇന്ത്യൻ കൗൺസിൽ ഫോർ ചൈൽഡ് വെൽഫെയർ. ഇറ്റ്സ് എ പ്രൈവറ്റ് ഹ്യൂമാനിറ്റേറിയൻ ഓർഗനൈസേഷൻ committed to help the society in the developing world. Incorporated in the year 1953, it helps vulnerable and disadvantaged children through direct services and through intervention of policy and program with children throughout India. This agency, with the help of Central Social Welfare, started first Bala Sevika training. Beside this activity that help people in the matters of related to adoption, they also give award for brave children. ഇപ്പോൾ ഈ ICCW കുറിച്ചുള്ള ആക്ടിവിറ്റീസിനെ കുറിച്ചാണ് പറയുന്നത്. ബാലസേവിക ട്രെയിനിങ് എന്ന് പറയുന്നത് തുടങ്ങിയതും ഇവരാണ്. അതിന്റെ അവര് ഇപ്പൊ ട്രെയിനിങ് ഒന്നും ഇല്ല, ഇതെല്ലാം പണ്ട് ആക്ടിവിറ്റീസ് തുടങ്ങിയതിനെ കുറിച്ച് മാത്രമാണ്. ഇനി BSS ഉണ്ട്, BSSഉം പണ്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അതൊരു സാധാരണ പ്രൈവറ്റ് ഏജൻസി മാത്രമാണ്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഭാരത് സേവക് സമാജ് is to assure the public participation in various welfare activities. Number of preschool has been initiated and run by Bharat Sevak Samaj. ഇപ്പോൾ അതൊക്കെ നിന്നുപോയി. ഭാരത് സേവക് സമാജ് ഇപ്പോ അതേ പേരിലൊക്കെ പല സ്ഥലത്തും ഉണ്ടെങ്കിലും പക്ഷെ അതിനൊന്നും മറ്റ് ഈ ആക്ടിവിറ്റീസ് ഒന്നും ഇപ്പോഴില്ല. ഇനി ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ് ആണ്. ഈ ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന ICDS പ്രോഗ്രാമാണ്. ഇതാണ് അംഗനവാടികൾക്ക് ഫണ്ട് കൊടുക്കുന്നതും ഒക്കെ ഈ പ്രോജക്റ്റ് ആണ്. ICDS പ്രോജക്ട് ഓഫീസ് ആണ് അംഗനവാടികൾ നടത്തുന്നത്. പ്രോജക്ട് ഓഫീസർ ഉണ്ട്. ICDSന്റെ ഫുൾ ഫോം ആണ് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ്. Government of India proclaimed a national policy on children in August 1974. ഈ 1974ന്റെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു നയം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതിനനുസരിച്ചിട്ടാണ് ICDS ആരംഭിച്ചതൊക്കെ. ഡിക്ലെയറിംഗ് ചിൽഡ്രൻ എ സുപ്രീംലി ഇമ്പോർട്ടന്റ് അസറ്റ്. ഉന്നതമായ പ്രധാനപ്പെട്ട അസറ്റാണ് കുട്ടികൾ എന്നുള്ള ഒരു പോളിസി നയം പ്രഖ്യാപിച്ചു. നമ്മുടെ രാജ്യത്ത് പ്രഖ്യാപിച്ചതാണ് ICDS. നമ്മുടെ രാജ്യത്ത് 1974 പ്രഖ്യാപിച്ച നയം അനുസരിച്ചിട്ടാണ് സുപ്രീംലി ചിൽഡ്രൻ എ സുപ്രീംലി ഇമ്പോർട്ടന്റ് അസറ്റ്, ഏറ്റവും ഉന്നതമായ അസറ്റ്, മൂല്യം, രാജ്യത്തിന്റെ സമ്പത്ത് കുട്ടികളാണ് എന്ന് പ്രഖ്യാപിച്ച നയം ആണ് 1974 ICDS രൂപീകൃതമായത്. നാഷണൽ പോളിസി ഓൺ ചിൽഡ്രൻ, ദേശീയ ശിശു വികസന നയവുമായി ബന്ധപ്പെട്ടാണ് 1974 ഇത് രൂപീകൃതമായത്. ദ പോളിസി പ്രൊവൈഡഡ് ദ റിക്വയർഡ് ഫ്രെയിംവർക്ക് ഫോർ അസൈനിങ് പ്രയോറിറ്റി ടു ഡിഫറെന്റ് നീഡ്സ് ഓഫ് ദ ചൈൽഡ്. The program of the Integrated Child Development Services was launched in 1975. Integrated Child Development Services launch ചെയ്തത് 1975 ലാണ്.
seeking to provide an integrated package of services. ICDS അംഗനവാടി ടീച്ചർമാർക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ICDS ആണ്, ഇന്റഗ്രേറ്റ് സംയോജിത ശിശു വികസന പദ്ധതി എന്നാണ് അതിന്റെ മലയാളം. ICDS നമ്മളിപ്പോ പറയുന്നത് സംയോജിത ശിശു വികസന പദ്ധതി. Those who want to note the points, you may write down. 1975 seeking, the scheme aims to improve the nutritional and health status of the vulnerable groups, including preschool children, pregnant women, and nursing mothers, through providing a package of services including supplementary nutrition, preschool education, immunization, health checkup, referral services, and nutrition and health education. In addition, the scheme envisages effective convergence of intersectoral services in the Anganwadi centers. ഇതെന്താണ് അവരുടെ ICDSന്റെ സർവീസുകൾ? കുട്ടികൾക്കും അമ്മമാർക്കും പോഷകം, ആഹാരം, രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ, അതുപോലെ ഇങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ അംഗനവാടികൾ വഴി കൊടുക്കുന്ന സർവീസുകളൊക്കെയാണ്. ആരുടെ സർവീസാണത്? ICDS പ്രോജക്റ്റിന്റെയാണ്. അത് എപ്പോഴാണ് രൂപീകൃതമായത്? 1974 ദേശീയ ശിശു വികസന നയം പ്രഖ്യാപനത്തിന് ശേഷം 1975 മുതലാണ് ICDS പ്രവർത്തനം ആരംഭിച്ചത്. The scheme targets the most vulnerable groups. Targeted beneficiaries കുട്ടികളും അമ്മമാരും ഒക്കെയാണ്. The objectives of the scheme, ഈ ICDSന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. To improve the nutrition and health status of preschool children in the age group of 0 to 6 years. 0 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പോഷകാഹാര ആരോഗ്യ പരിപാലനത്തിനാണ് അതിന്റെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. ടു ലേ ഫൗണ്ടേഷൻ ഓഫ് പ്രോപ്പർ സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ് ഓഫ് ദ ചൈൽഡ്. ശരിക്കും കുഞ്ഞുങ്ങളുടെ മാനസിക ആരോഗ്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് രണ്ടാമത്തെ ലക്ഷ്യം. ടു റെഡ്യൂസ് ദ ഇൻസിഡൻസ് ഓഫ് മോർട്ടാലിറ്റി, മോർബിഡിറ്റി, മാൽന്യൂട്രീഷൻ ആൻഡ് സ്കൂൾ ഡ്രോപ്പ് ഔട്ട്. കുട്ടികളിൽ കാണുന്ന അകാല മരണം, മോർബിഡിറ്റി, മാൽന്യൂട്രീഷൻ എന്നൊക്കെ പറയുന്ന പോലെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആരോഗ്യ കുറവുകളും ഒക്കെ അവരുടെ ഇങ്ങനെയുള്ള മരണനിരക്ക്, ശൈശവ മരണം, ശൈശവ ആരോഗ്യ പരിപാലനം, ശൈശവ മരണം നിരക്ക് കുറയ്ക്കുക, ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അതൊക്കെ കുറഞ്ഞു വന്നത്. ഇങ്ങനെയുള്ള ഈ ICDSന്റെ ഒക്കെ കൂടെയുള്ള പോളിയോ വാക്സിനൊക്കെ അംഗനവാടികൾ വഴിയൊക്കെ വളരെ ശക്തമായി കൊടുക്കാൻ തുടങ്ങിയതോടെ ധാരാളം രോഗങ്ങൾ കുറവും അതൊക്കെ സംരക്ഷിക്കാനൊക്കെ സാധിച്ചു. To achieve effective coordination of policy and implementation amongst the various departments to promote child development. ഇപ്പോ അംഗനവാടികളിൽ വഴി പല വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ട് പല പരിപാടികളും നടക്കുന്നുണ്ട്. To enhance the capability of the mother to look after the normal health and nutritional needs of the child through proper nutrition and health education. ഒരു അമ്മയ്ക്ക് വേണ്ട, കുട്ടിയെ പരിപാലിക്കാൻ വേണ്ട ആരോഗ്യ മാനസിക സംവിധാനങ്ങൾ അമ്മമാർക്ക് ഉണ്ടാക്കി കൊടുക്കാനൊക്കെയുള്ള ആരോഗ്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ബോധവൽക്കരണ പരിപാടികളും ഒക്കെ ഈ ICDS പ്രൊജക്ട് അംഗനവാടികൾ വഴിയും മറ്റ് വകുപ്പുകൾ വഴിയും നടപ്പിലാക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ICDSന്റെ മെയിൻ പ്രൊജക്ട്. ഇനി പാക്കേജസ് ആൻഡ് സർവീസസ്. To achieve the above objects, the ICDS aims at providing a package of services. ഇപ്പോൾ മുകളിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഈ ഒബ്ജക്റ്റീവ്സ് ഉദ്ദേശ ലക്ഷ്യങ്ങൾ, എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ആണ് ഉദ്ദേശ ലക്ഷ്യങ്ങൾ, നിങ്ങൾക്കറിയാം. ഈ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് നടപ്പിലാക്കാൻ വേണ്ടി, പൂർത്തിയാക്കാൻ, അതില്ലെങ്കിൽ ആ ലക്ഷ്യം പ്രാപിക്കാൻ വേണ്ടി ഉള്ള പാക്കേജസ് ആണ്, പദ്ധതികളാണ് ഇനി പറയുന്നത്. Adolescent Girls Scheme, a special intervention has been devised for adolescent girls using ICDS infrastructure. This intervention focuses on school dropout girls in the age group 11 to 18 years. കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികളുടെ, പ്രത്യേകിച്ചും 11 വയസ്സ് മുതൽ 18 വയസ്സിലുള്ള കുട്ടികളുടെ, പെൺകുട്ടികളുടെ സ്കൂളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക്, അല്ലെങ്കിൽ സ്കൂള് പഠനം പൂർത്തിയാക്കാതെ പഠനം ഇടയ്ക്ക് വെച്ച് നിർത്തുന്ന, പഠിപ്പ് മുടക്കുന്നത് അവസ്ഥയിൽ, പഠനം സ്കൂള് വിട്ടുപോകുന്ന അവസ്ഥയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അതിനെതിരെ പ്രവർത്തിക്കാനാണ് അഡോൾസെന്റ് ഗേൾസ് സ്കീം ഉള്ളത്. അപ്പൊ അവരുടെ ആരോഗ്യ മാനസിക കാര്യങ്ങളും അതുപോലെ ശൈശവ വിവാഹ പരിപാടികൾ, ഇതിലൊക്കെ അവയർനെസ് ബോധവൽക്കരണങ്ങളൊക്കെ കൊടുത്ത് അതിനെയൊക്കെ സംരക്ഷിക്കുകയാണ് ഈ അഡോൾസെന്റ് ഗേൾസ് സ്കീം വഴി ഉദ്ദേശിക്കുന്നത്.
ട്രെയിനിങ് ഓഫ് ICDS ഫംഗ്ഷണറീസ് എന്നുള്ളത് ദ പ്രോഗ്രാം ഓഫ് ട്രെയിനിങ് അംഗനവാടി ടീച്ചർമാർക്കും ആയമാർക്കും അല്ലെങ്കിൽ പ്രവർത്തകർക്കൊക്കെ ഇപ്പൊ ആശാ വർക്കർ അതിന്റെയൊക്കെ ലേറ്റസ്റ്റ് ഫോമാണ് ആശാ വർക്കറൊക്കെ. ദ പ്രോഗ്രാം ഓഫ് ട്രെയിനിങ്, അംഗനവാടി ടീച്ചർ ഒരിക്കലും ഗവൺമെന്റ് ഡയറക്റ്റ് എംപ്ലോയി അല്ല, അതൊരു സർക്കാരിന്റെ ഒരു പ്രൊജക്റ്റ് ആണ്. ആ പ്രൊജക്ടിന്റെ പേരാണ് ICDS, സംയോജിത ശിശു വികസന പദ്ധതി. അതിനാണ് പ്രൊജക്ട് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ അംഗനവാടിക്ക് ടീച്ചർമാർക്കൊക്കെ മിനിമം സാലറി 10,000 ഒക്കെ കൊടുക്കുന്നുണ്ട്. ഈ കോഴ്സ് കഴിഞ്ഞവരൊക്കെ ധാരാളം പേര് അംഗനവാടിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം അത് PSC വഴിയുള്ള നിയമനം അല്ല എന്ന് മാത്രമേ ഉള്ളൂ, പഞ്ചായത്തുകൾ വഴിയൊക്കെയാണ്. അത് സ്ഥിരപ്പെടുത്തോ എന്നൊന്നും ഇല്ല, കാരണം അതൊരു പ്രൊജക്റ്റ് ആണ്. ഈവൻ അംഗനവാടിയും പ്രൊജക്റ്റ് ആണ്. ട്രെയിനിങ് ഓഫ് ICDS, ഈ ICDSന്റെ ഫംഗ്ഷണറീസ് അവർക്കൊക്കെ ബാലസേവിക ട്രെയിനിങ് പ്രോഗ്രാമോ അതുപോലെ പണ്ടൊക്കെ അങ്ങനെയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പൊ പ്രീ പ്രൈമറി TTC കഴിഞ്ഞവരെയൊക്കെ അംഗനവാടികളിൽ, TTC കഴിഞ്ഞവരും BEd കഴിഞ്ഞവരൊക്കെ ഉണ്ട് അംഗനവാടികളിൽ. കാരണം പണ്ട് അങ്ങനെയുള്ള അതിനുവേണ്ടി പ്രത്യേക ട്രെയിനിങ് ഉണ്ടായിരുന്നു. അതാണ് ബാലസേവിക ട്രെയിനിങ് പ്രോഗ്രാം. All levels such as Anganwadi workers, focal point of delivery of ICDS services. അപ്പൊ ഇതിനൊക്കെയുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോ NIPCCD എന്നുള്ളത് നാഷണൽ ലെവലിലുള്ള അതിന്റെ ഒരു അപ്പെക്സ് ഓർഗനൈസേഷൻ ആണ്. അതിന്റെ ഒരു ഉന്നതാധികാര സമിതി പോലെയുള്ള പരിശീലനം കൊടുക്കുന്ന ഒരു ഏജൻസിയാണ് NIPPCD. അപ്പൊ അത് ഇതിന്റെ അത് നിങ്ങൾക്ക് നോട്ടിലുണ്ട്. നിങ്ങൾക്ക് നോട്ട് നന്നായി വായിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഇതിന്റെ ഒരു രത്ന ചുരുക്കം അല്ലെങ്കിൽ അതിന്റെ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ മാത്രമാണ് ഇപ്പൊ പറയുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ചില സർവീസുകളാണ് ഇതൊക്കെ. ഒരു 10 വർഷം മുന്നേ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ 20 വർഷം മുന്നേ ഉണ്ടായിരുന്ന അംഗനവാടി സിസ്റ്റം അല്ല ഇന്നുള്ള അംഗനവാടി സിസ്റ്റം. അപ്പൊ ഇതിനകത്ത് എഴുതിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വാക്യത്തിൽ കൂടുതൽ വിശദീകരിച്ച് എഴുതാൻ പറ്റുന്നതാണ് ബെറ്റർ. റീജിയണൽ സെന്റേഴ്സ് അറ്റ് ലക്നൗ, ഗുവാഹത്തി, ബാംഗ്ലൂർ, അതൊക്കെ ഇപ്പോൾ റീജിയണൽ സെന്റേഴ്സ് ഒക്കെ കുറെ കൂടിയിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിൽ തന്നെ അതിനുള്ള സംവിധാനങ്ങൾ, ട്രെയിനിങ് സംവിധാനങ്ങളൊക്കെ തിരുവനന്തപുരം, കൊച്ചിയിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. 18 middle level training centers and 300 Anganwadi workers training centers. In addition to this, the Central Technical Committee also give training to medical and paramedical staff. ബാലസേവിക ട്രെയിനിങ് പ്രോഗ്രാം എന്താണെന്നുള്ളതാണ്. ക്രഷിലും ഡേ കെയറിലും സെന്റേഴ്സിലും ഒക്കെ നിൽക്കാൻ വേണ്ടി, ജോലി ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുന്നതാണ് ബാലസേവിക ട്രെയിനിങ് പ്രോഗ്രാം. ബാലസേവിക ട്രെയിനിങ് പ്രോഗ്രാമിനെ കുറിച്ച് നമുക്ക് ഇത് നിങ്ങൾക്ക് ചോദിക്കാനുള്ള നാഷണൽ പോളിസി ഫോർ ചിൽഡ്രൻ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ദേശീയ നയത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് 1974 അതിന്റെ ഫൈനൽ രൂപം വന്നത്. 1975 മുതലാണ്. ഭാരതീയ ഇന്ത്യൻ കൗൺസിൽ ഫോർ ചൈൽഡ് വെൽഫെയർ ഒക്കെയാണ് നമ്മൾ ഇപ്പോൾ പറയുന്ന ഇതിനുള്ള സംവിധാനങ്ങളൊക്കെ രൂപീകൃതമാക്കി കൊടുക്കുന്നത്. ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് നാഷണൽ കൃഷി ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ട് സർക്കാർ രൂപീകരിച്ചിരുന്നു. അപ്പൊ അതിനകത്ത് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ, ആദ്യ ബാല്യകാല വിദ്യാഭ്യാസത്തിനെ കുറിച്ചുള്ളതാണ് ആ ഫണ്ട് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം. ഇപ്പൊ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ഉദ്ദേശം ഇതാണ്. The scheme being implemented since 1982 has been visualized as a strategy to reduce the dropout rate and to improve the rate of retention of children in schools. The scheme is being run by voluntary organizations through 4,465 ECE centers. ECE center means Early Child Education Centers in 9 educationally backward states of Andhra Pradesh, Assam. അപ്പൊ അതിനകത്ത് ഈ സ്റ്റേറ്റുകളിലൊന്നും നമ്മളെ കേരളത്തിലെ അത്ര പോലെയുള്ള വലിയ ECE centers ഇല്ലാത്തതാണ്. പക്ഷെ ഇപ്പോഴും അവിടെയൊക്കെ ഡെവലപ്ഡ് ആയി അവിടെ അത്ര സെന്ററുകളുണ്ട്. ഇത്തരം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്കൊരു മാതൃകയാണ്. Balawadi Nutrition Program. The program is being implemented since 1971. There are around 5,641 Balawadis throughout the country. ഇപ്പൊ അതിന്റെയൊക്കെ എണ്ണം കൂടിയിട്ടുണ്ടാവും. Benefiting 2.25 lakh children. The program extends supplementary nutrition consists of 300 calories and 12.15 gram of protein every day per child in the age group of 3 to 5 years old. നാഷണൽ ചിൽഡ്രൻസ് ഫണ്ട് വെച്ചിട്ടാണ് ഇതിനുള്ള സംവിധാനങ്ങളൊക്കെ അവർ ചെയ്യുന്നത്. നാഷണൽ പ്ലാൻ ഓഫ് ആക്ഷൻ ഫോർ ചിൽഡ്രൻ, അതും ഇതിനകത്ത് എഴുതിയിരിക്കുന്ന കുട്ടികൾക്ക്, ശിശുക്കൾക്ക് വേണ്ടിയിട്ട് ദേശീയ പദ്ധതികളും പ്ലാനും പദ്ധതികളും തയ്യാറാക്കി. ഓൾ കൺസേൺ സെൻട്രൽ മിനിസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ്സ് ആർ റെപ്രസെന്റഡ് ഓൺ ദ കമ്മിറ്റി. അപ്പോൾ ഇതിനകത്ത് ഈ കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ള ആക്ടിവിറ്റീസ്, ചൈൽഡ് വെൽഫെയർ ആക്ടിവിറ്റീസും അതിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളും ശിശു വികസന പദ്ധതികളെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറയുന്നത്. Now here again we are going to discuss about, it is seen on the screen, Harijan welfare, tribal welfare. അപ്പോൾ ഈ
ട്രൈബലും ഹരിജൻ വെൽഫെയർ സ്കീമിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് ഇത് നേരത്തെ ഉള്ള പ്ലാൻ അനുസരിച്ചിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസിന് വേണ്ടി ജസ്റ്റ് പറയണം. അതിന്റെ അകത്തുള്ള ഗ്രാന്റ് ഫോർ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ഗ്രാന്റ് ഫോർ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ആൻഡ് ഹൗസ് ഇലക്ട്രിഫിക്കേഷൻ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ഇതിന്റെ അകത്ത് എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ഓർ ഒബ്ജക്റ്റീവ്സ് എന്നാണ്. So this is the end topic for today's class. Grant for Harijan Welfare ഫണ്ടും ട്രൈബൽ വെൽഫെയർ ഫണ്ടിന്റെയും കൂടെ അല്ലെങ്കിൽ വെൽഫെയർ ആക്ടിവിറ്റീസ്, ഹരിജൻ ട്രൈബൽ ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇപ്പം പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പുകളുടെ കീഴിലാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത്. അതിനകത്ത് ഒന്ന് ഗ്രാന്റ് ഫോർ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ഗ്രാന്റ് ഫോർ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ആൻഡ് ഹൗസ് ഇലക്ട്രിഫിക്കേഷൻ, പ്രൊവൈഡിംഗ് ലോൺസ് ഫോർ സ്റ്റാർട്ടിംഗ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്നാണ്. Providing financial aid for technically qualified and employed persons, providing travel allowance for SC/ST candidates, providing scholarship for SC/ST students, in introducing nursery schools and Balawadi in tribal areas. കേരളത്തിൽ ആകപ്പാടെ PSC വഴി നിയമനം നടത്തുന്ന പ്രീ സ്കൂളുകൾ വയനാട് ജില്ലയിലും അതുപോലെ കോഴിക്കോട് ജില്ല, അങ്ങനെ ഇടുക്കി 2-3 ജില്ലയിൽ 4-5 പ്രീ സ്കൂളുകളെ സർക്കാരിൻ്റെതായിട്ടുള്ളൂ. അവിടെ മാത്രമാണ് PSC കഴിഞ്ഞ് PSCക്ക് പ്രീ പ്രൈമറി TTCക്കാരെ വിളിക്കുന്നത്. പക്ഷെ അത് TTC ഉള്ളവരെയും പരിഗണിക്കും. അതുകൊണ്ട് TTCക്കാർക്കാണ് സാധാരണ ജോലി കിട്ടുക പ്രീ പ്രൈമറി TTC കഴിഞ്ഞ്. പക്ഷെ ഈ സർക്കാർ ഗവൺമെന്റ് സ്കൂളിനോടനുബന്ധിച്ച് LKG UKG ക്ലാസ്സുകൾ ഇപ്പോൾ നടത്തുന്നുണ്ട്. അത് PTA കമ്മിറ്റിയാണ്, അത് പിരിവെടുത്തിട്ടാണ് നടത്തുന്നത്. പക്ഷെ എങ്കിലും അവിടെ അത്യാവശ്യം മെച്ചപ്പെട്ട സാലറി കൊടുക്കുന്നുണ്ട്. അത്തരം പ്രീ പ്രൈമറി സ്കൂളുകളിൽ ഇതുവരെയും ഗവൺമെന്റ് പോസ്റ്റിംഗ് ആയിട്ടില്ല. അത് PTA കമ്മിറ്റിയോ ഒക്കെയാണ് തീരുമാനിക്കുക. അപ്പോൾ അംഗനവാടികളും അങ്ങനെ തന്നെ വാർഡ് മെമ്പറോ അല്ലെങ്കിൽ അതിനൊരു കമ്മിറ്റി ഉണ്ട്, അവരൊക്കെയാണ് അത് തീരുമാനിക്കുക. അതൊന്നും സ്ഥിരമായ സർക്കാരിന്റെ നിയമനത്തിന്റെ പരിധിയിൽ വരുന്നതല്ല. അതുകൊണ്ട് ഈ പ്രീ പ്രൈമറി അല്ലെങ്കിൽ മോണ്ടിസോറി ഗവൺമെന്റുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതാണ്. കാരണം അവർക്ക് അങ്ങനെ ഒരു ഒഴിവോ പോസ്റ്റോ ഇല്ല. മോണ്ടിസോറി സ്കൂളുകളൊക്കെ വരുന്നത് മാനേജ്മെന്റ് CBSE മാനേജ്മെന്റ് സ്കൂളുകളോ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനോട് അനുബന്ധിച്ചിട്ടാണ് മോണ്ടിസോറി കോൺസെപ്റ്റ് തന്നെ ഉള്ളത്. M1, M2, M3, മോണ്ടിസോറി 1, മോണ്ടിസോറി 2, മോണ്ടിസോറി 3 ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഞാനിപ്പോ ഇത് നിങ്ങളോട് പറയാൻ കാരണം ഇവിടെ കാണിച്ച ഒരു ഇതില് പറഞ്ഞിരിക്കുന്നത് പോലെ നഴ്സറി സ്കൂളുകൾ, പ്രീ പ്രൈമറി സ്കൂളുകളൊക്കെ ഇൻട്രൊഡ്യൂസിങ് നഴ്സറി സ്കൂൾസ് ആൻഡ് ബാലവാഡീസ് ഇൻ ട്രൈബൽ ഏരിയാസ് എന്നാണ്. ബാലവാഡീസ് ഇൻ ട്രൈബൽ ഏരിയാസ്. അപ്പോൾ ആ ട്രൈബൽ അങ്ങനെയുള്ള 1-2 സ്കൂളുകളൊക്കെ കേരള സർക്കാരിന് ഉണ്ട്. അവിടെ പക്ഷെ PSC പോസ്റ്റിംഗ് ആണ്. അപ്പോൾ ആ പോസ്റ്റിങ്ങിന് TTC കഴിഞ്ഞവരും പ്രീ പ്രൈമറി TTC കഴിഞ്ഞവരുമാണ് അപേക്ഷിക്കുക. അപ്പൊ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് അറിവിലേക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നും ചൈൽഡ് വെൽഫെയർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നും ഒക്കെ നമ്മൾ നാഷണൽ ക്രഷ് ഫണ്ട്, നാഷണൽ ചൈൽഡ് വെൽഫെയർ ഫണ്ട് എന്തൊക്കെയാണെന്നും നാഷണൽ ചിൽഡ്രൻസ് ഫണ്ട് എന്തൊക്കെയാണെന്നും ഒക്കെ നമ്മൾ ഇപ്പോൾ സംസാരിച്ചു. Now I am going to stop the screen sharing.